ഫ്ലാഷ് ലൈറ്റ് ഒക്കെ എടുത്ത് മാറ്റുന്ന ഞാൻ അങ്ങോട്ട് കയറി നോക്കുക. ഇവിടെ ഭയങ്കര പ്രിപ്പറേഷനാണ്. ഞാൻ നല്ല വൃത്തിക്ക് ഉറങ്ങിപ്പോയി ഇടയ്ക്ക്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുദിനാശംസകൾ നേരുന്നു. ഫസ്റ്റ് തന്നെ രാവിലെ ഉറക്കം എണീച്ചു വരുന്ന കോലമാണ്. സത്യം പറഞ്ഞാല് എന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല കറക്റ്റ്. ഫ്ലാഷ് ലൈറ്റ് ഒക്കെ എടുത്ത് മാറ്റുന്ന ഞാൻ അങ്ങോട്ട് കയറി നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാനപ്പോൾ എന്താ പറഞ്ഞത് എനിക്കെന്നൊരു ബോധമില്ല. എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്നെ തിരിഞ്ഞിട്ടില്ല. ഞാൻ ആ വിളക്കിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതല്ലാതെ എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. കാര്യം ഉറക്കത്തിൽ നിന്നിച്ചതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ ഇന്നലെ നൈറ്റ് ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഫുൾ എഡിറ്റിംഗ് 2 മണിക്കാണ് ഉറങ്ങിയത്. സത്യം പറഞ്ഞു ഞാൻ 2 മണിക്കൂർ എങ്ങാണ്ടാണ് ഉറങ്ങിയെന്ന് പറയാം. 4:30 ആയപ്പം തന്നെ കണി കണ്ടു. അപ്പം ഏകദേശം നാളെ ടൈം ഞാൻ എണീച്ചപ്പോൾ 2 മണിക്കൂറല്ലേ ഉറങ്ങിയിട്ടുള്ളൂ. ഏകദേശം 6:30 ആയപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ വന്നു. അങ്ങനെ അവൻ എന്നെ ഞങ്ങളുടെ അടുത്തുള്ള കൃഷ്ണനാടി അമ്പലമുണ്ട് അവിടെ കൊണ്ടുപോയി. അപ്പം ഞാനും കുഞ്ഞമ്മയും അവനും കൂടി അവിടെ കയറി തൊഴുത്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണനട. അവിടെ അത്യാവശ്യം നിർമ്മാലയൊക്കെ തൊഴുതിട്ടാണ് ഞങ്ങൾ കടവൂരിലോട്ട് പോകാൻ വിചാരിച്ചത്. അങ്ങനെ അതിനുശേഷം അവിടുന്ന് വണ്ടി കയറി. എൻ്റെ പൊന്ന് എന്തൊരു ചൂടാണെന്നറിയാം. സമയം 6:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീർത്തൊഴുകുമായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ അതിനുശേഷം എന്താ കടവൂർ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ് കേട്ടോ കടവൂർ അമ്പലം. അതെന്തുകൊണ്ടെന്നൊന്നും ചോദിക്കരുത്, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അമ്പലത്തിൽ പോകുന്നതും തൊഴുന്നതും കുറേ നേരം ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മളവിടെ ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അവിടെ തൊഴാൻ വരുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ മഹാദേവനും പിന്നെ ഗണപതി ഭഗവാനായിട്ട് ഞാനും കുഞ്ഞമ്മയും കൂടി മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എണ്ണയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എണ്ണ വാങ്ങിയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു സത്യം. വിഷു ആവുമ്പോൾ തന്നെ എക്സ്പെഷ്യലി എല്ലാ അമ്പലത്തിലും നല്ല തിരക്കായിരിക്കും. അങ്ങനെ മാലയൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് വന്നു. ശരിക്കും പറയാനുള്ള ഫ്രണ്ട് വ്യൂവിൽ ഈ ഒരു ആംബിയൻസിൽ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് കയറി തൊഴുതിറങ്ങി. സത്യം പറയല്ല ഗൈസ് എന്തൊരു ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 7:30 ടൈം ആയിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ ഇരുന്നിട്ട്. ബട്ട് വീർത്തൊഴുകായിരുന്നു. ഇവിടുന്ന് ചന്ദന സഹിതം ഒലിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ അമ്പലത്തിൻ്റെ വ്യൂവിൽ ആംബിയൻസിലൊക്കെ എനിക്ക് കുറച്ച് നേരം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആ ചൂട് സത്യം പറഞ്ഞാൽ ഭയങ്കര പാട്. എല്ലാവർക്കും എനിക്ക് നല്ല കേട്ടോ. കുഞ്ഞമ്മയായാലും ഞങ്ങളെല്ലാം തന്നെ ചൂടുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉരുകുമായിരുന്നു അവിടെ നിന്നിട്ട്. പിന്നെ വിഷു ആയതുകൂടി കൊണ്ട് തന്നെ അമ്പലത്തിന് പാൽപ്പായസം കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പാൽപ്പായസം അഡിക്റ്റാണ്. പ്രത്യേകിച്ച് അരിപ്പാൽപ്പായസം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണനട എടുത്ത് ആ പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി കുടിച്ച് അവിടെ എന്തായാലും ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൽ ഫാൻ ഇട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ കീഴിൽ നിന്നപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് ആശ്വാസപ്പെട്ടത്. ഇതാണ് കേട്ടോ കൃഷ്ണനട. താഴെയാണ് മഹാദേവ ക്ഷേത്രം. പിന്നുണ്ടല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ശിവരാജ് അവിടെ ഉണ്ടെന്ന്. ശിവരാജുവിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അങ്ങനെ ശിവരാജിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നത്. പക്ഷേ ശിവരാജ് സമയം കുളിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ കടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ശിവരാജു എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പം ഇല്ലായിരുന്നു. ഏകദേശം 8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിനടുത്തൊക്കെയാണ് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഈ പപ്പടം കൊടുക്കുന്നവര്, പിന്നെ ലോട്ടറിക്കാർ. എപ്പോൾ കടവൂർ ചെന്നാലും ഏത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെന്നാലും കാണും കേട്ടോ ഒരു ലോട്ടറിക്കാരൻ. എൻ്റെ അച്ഛനെ ഞാനപ്പോൾ സ്മരിച്ചു. അച്ഛനാണെങ്കിൽ ഏത് ലോട്ടറിക്കാരനെ കണ്ടാലും അപ്പം എന്തെങ്കിലും ടിക്കറ്റ് എടുക്കാതിരിക്കത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ എന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ദൂരമൊന്നും ഇല്ല. ഞാൻ വീടിനടുത്താറായപ്പോഴാണ് അവൻ എത്തിയത്. അപ്പം ഞാനുണ്ടല്ലോ വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്ത്. എനിക്ക് വൈകി സത്യം പറഞ്ഞാൽ സാരി ഉടുത്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടിയൊക്കെ പാറിപ്പറന്നൊരു കോലമായി ശരിക്കും പറഞ്ഞത്. ഇവിടെ ഭയങ്കര പ്രിപ്പറേഷനാണ്. ഞാൻ നല്ല വൃത്തിക്കൊന്ന് ഉറങ്ങിപ്പോയി ഇടയ്ക്ക്. ലൂഡയുടെ സൗണ്ടാ. നല്ല വൃത്തിക്കൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ കാണിക്കാം.
ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വിഷുവായിട്ട് അമ്മയെ അന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റിയില്ല. സത്യം പറഞ്ഞാൽ അത്ര ഞാൻ ടയേർഡായിരുന്നു. അത് കഴിഞ്ഞാണ്ട് മാങ്ങാച്ചാറ്, ഇഞ്ചിക്കറി, തോരൻ ഇതൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അവിയൽ സത്യം പറഞ്ഞ് ഞാൻ കഴിക്കാറില്ലാത്തതുകൊണ്ടായിരിക്കും അമ്മ അവിയൽ വെക്കാതിരുന്നത്. പിന്നെ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പച്ചടിയും കിച്ചടിയൊക്കെ. അപ്പം ബീട്രൂട്ട് പച്ചടിയും വെച്ച് പിന്നെ അതിന് ശേഷം ഇപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൈനാപ്പിൾ പച്ചടിയാണെന്ന്. സത്യത്തിൽ വെള്ളരി പച്ചടിയാണ്. എൻ്റെ അമ്മ അറിയാതെ മഞ്ഞപ്പൊടി ഇട്ട് കേസ് ഇതിനകത്ത്. അങ്ങനെയാണ് ഇത് സത്യം പറഞ്ഞാൽ മഞ്ഞ പച്ചടി അടിക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും പൈനാപ്പിൾ പച്ചടിയാണെന്ന്. സത്യത്തിൽ ഇതൊരു വെള്ളരി പച്ചടിയാണ്. അങ്ങനെ ഏകദേശം ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ടാണ് വരേണ്ടത്. അതേതാണ്? പായസം. പാലട പായസമാണ് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ എപ്പോഴും അടപ്രഥമനാണ്, ബട്ട് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയാണ് പാലട വെച്ചത്. അതും ഡബിൾ ഹോഴ്സിൻ്റെ ഈസ്റ്റേൺ സദ്യ പാലട മിക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡബിൾ ഹോഴ്സിൻ്റെത്. Magnolia town was humming, smoke lay on the ground. Yeah, Magnolia town was humming. അങ്ങനെ ഏകദേശം നെയ്യും കൂടിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാണ്ട് നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കാച്ചും കൊട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം അങ്ങോട്ട് സെറ്റായി ഗൈസ്. ഇനി വേറെ പണിയൊന്നുമില്ല. പപ്പടം പൊള്ളിക്കുക, അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഇലയിടുക, അല്ലാതെ വേറെ പണിയില്ലല്ലോ. അങ്ങനെ അതിന് ശേഷം ഇലയിട്ടു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വിഷുവിനായാലും ഈ പറയുന്ന പേപ്പർ ഇലയിൽ സദ്യ കഴിക്കേണ്ടി വരുന്ന കാര്യം. ഞങ്ങളുടെ വീട്ടിലായിരുന്ന സമയത്ത് നല്ലധികം വാഴ ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ വാഴയില്ല. അമ്മാമ്മോട്ട് തിരക്കിയിട്ടാണെങ്കിലും അവിടെ ഇല്ല. ഉണക്കലായിട്ട് വാഴയില കിട്ടാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് പേപ്പർ ഇലയിലാണ് വിളമ്പിയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ചില സാഹചര്യങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെടണമല്ലോ. അങ്ങനെ അതിന് ശേഷം നല്ല സൂപ്പർ സദ്യയായിരുന്നു. എനിക്ക് പേഴ്സണലി സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും വരരുത്. എനിക്ക് വെജിറ്റബിൾ സദ്യയാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടം. എനിക്ക് നോൺ വെജ് ഒന്നും സദ്യ ഇഷ്ടമല്ല. അത് ഞങ്ങൾ തെക്കോട്ടുള്ളവർക്ക് പൊതുവേ അത് റിലേറ്റബിൾ ആവും സ്വാഭാവികമായിട്ടും. എനിക്ക് സദ്യയുടെ കൂടെ നോൺ വെജ് ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ അതിന് ശേഷം എന്താ നല്ല പപ്പടവും കൂട്ടി പാലട. സത്യം പറയാമല്ലോ, ഞാൻ സ്വർഗ്ഗലോകം കണ്ട്. അതോടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങാൻ പറ്റും. അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡബിൾ ഹോഴ്സിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അങ്ങനെ ചോറ് കഴിപ്പെല്ലാം കഴിഞ്ഞ് നല്ല കുശാലായിട്ടുള്ള സൂപ്പർ ഊണായിരുന്നു ഗൈസ്. അത് മാത്രമല്ല സൂപ്പർ പായസമായിരുന്നു ഡബിൾ ഹോഴ്സിൻ്റെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, സീരിയസ്ലി പറയാലോ. അപ്പൊ ഞാൻ ഇനി കുറച്ചു നേരം ഒന്ന് പോയി കിടന്നാ ഉറങ്ങട്ടെ. ഓക്കെ.